പൊക്കാൻ കുറഞ്ഞ് വണ്ണമൊക്കെ ചോക്കെടുത്ത് കഴിഞ്ഞില്ലേ അന്നപ്പോ എന്തായാലും പേര് കൊള്ളാം, കുട്ടാപ്പി. എടാ അർജുനെ, ഇനി വേണ്ടാത്ത ഓരോന്ന് എഴുതി വെക്കണം കേട്ടോ. മാഷ് കണ്ട പിന്നെ ഭയങ്കര പ്രശ്നമായി പോകും. പോയി നിങ്ങളാ ടീച്ചറെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ട് അവന്റെ ചെപ്പാ കുട്ടുമൊക്കെ അടിച്ചു വേണം. ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? ദ്വാരിയും കൂടിയില്ല, തെണ്ടി തിരിഞ്ഞ് നടക്കണ നിരക്ക്. ചാക്കാലല്ലാതെ നടക്കുന്നു മനുഷ്യരെ കൊല്ലാൻ വേണ്ടി. ഇവിടെ ഒരു സ്കൂൾ അറിയാമോ? ഇവിടെ അത് അടുത്ത് കുറച്ച് മുന്നോട്ട് പോയാൽ മതി. അങ്ങോട്ട് പോയാ പത്ത് പൈസ കൂടിയിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പൻ സാറിനോട് പറയണ്ടേ. നിങ്ങളെ മോളാടിയല്ലേ പഠിക്കുന്നത്, അത് ഫീസ് തീർന്നാ പോരെ. അത് ഞങ്ങൾ ജാസ്തി പൈസ ഉണ്ട്. ജാസ്തി പൈസ ഉണ്ട്. ആ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇളയ മോളെയും കൂടി അവിടെ ചേർക്ക്. പൈസ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ഓ അങ്ങനത്തെ ആളല്ലേ? ആ കൊച്ചനെ, ആ. ഇവിടെ ഒരു കോളേജ് ഉണ്ടല്ലേ? ഇവിടെ ഒരു കോളേജ് ഒന്നല്ല, ഇവിടെ കുറെ കോളേജ് ഉണ്ട്. കുട്ടാപ്പിയെ കുട്ടാപ്പിയോ? ആ കുട്ടാപ്പിയോ? അവിടെ പഠിപ്പിക്കുന്നേ ലുട്ടാപ്പി. ഇവിടെ കുട്ടപ്പൻ്റെ ഒരു ചായക്കട ഉണ്ട്, ലുട്ടാപ്പിന്റെ കോളേജ് ഒന്നും നിൽക്കണം. അതല്ലെന്നേ, ഏ പൊക്കാൻ കുറഞ്ഞ് വണ്ണമൊക്കെ ഉണ്ട്, വയറൊക്കെ ചാടിയ ഒരാൾ നടക്കും. ആ റമ്മാണോ? റമ്മ് ഞാൻ കാലത്ത് കഴിക്കില്ല, ഉച്ചയ്ക്ക് ശേഷം മണയ്ക്കൊന്നും നോക്കാം. അതല്ല ചോദിച്ചത്, പിന്നെ ബിജുകുമാർ റമ്മാണോന്ന്. എന്നിട്ട് ബിജുകുമാർ റമ്മാണോന്ന്. ആ ബിജു തന്നെ വേറെ കോളേജ് കൂടി അടുത്താ. ഒന്ന് കാണിച്ചു തരൂ. എന്ത് കാണിച്ചത്? എന്റെ പേര് പോലെ ഞാൻ അങ്ങോട്ടല്ലേ. ആ പിന്നെ പറ്റി പോവാ. ഓ പോരി. നിഷ ടീച്ചറെ, എന്താ ശ്യാമിലേ? ചോക്ക് വേണ്ടിയിരുന്നു. ആ ചോക്ക് എവിടെ ഇരിക്കണേന്ന് അറിയില്ലേ? ഇല്ല, എത്ര വർഷമായി ചോക്ക് എടുക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളോ? ഷോ, കുറച്ചും കൂടെ വർഷം അങ്ങ് പോയിരുന്നെങ്കിൽ ഓർത്ത് വെച്ചേനെ. എവിടെയാണ് ടീച്ചർ വെച്ച്? ആ ഇരിക്കുന്നു. ആ. ഈ ചോക്ക് എടുക്കാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ. പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിലേ കണ്ടോ, കളഞ്ഞ് അതിന് ഒരു ശ്രദ്ധയില്ല. പഠിത്തത്തിൽ കാണിച്ചിരുന്നെങ്കിലേ എന്നേ എക്സാം എഴുതി പാസ്സായി നല്ലൊരു സർവീസിൽ കയറായിരുന്നു. ശരിയാ. ശരിയാന്നോ? ബിജുകുമാർ സാറിന് കുട്ടാപ്പി എന്നുള്ളൊരു പേരുണ്ടല്ലേ? പിന്നെ ഉണ്ടല്ലോ. അപ്പൊ ടീച്ചർക്ക് ആ പേര് ആദ്യം അറിയായിരുന്നു. ടീച്ചർക്ക് ബിജുകുമാർ സാറിന്റെ ഏത് പേരെ അറിയാത്തെ? ബിജുകുമാർ സാറിന് ഇനി നമ്മളറിയാത്ത വേറെ വല്ല പേരും ഉണ്ടോ നിഷ ടീച്ചറെ? എന്തായാലും നല്ല ചോക്കെടുത്ത് കഴിഞ്ഞില്ലേ അന്നപ്പോ. എന്തായാലും പേര് കൊള്ളാം, കുട്ടാപ്പി. സാറിന് പറ്റിയ പേരാ. രാജ്കുമാറിനോട് ആരാ ഈ പേര് പറഞ്ഞത്? അത് കവലേതൊരു അമ്മാവൻ ചോദിച്ചതാ. ഏതമ്മാവൻ? ഒരു താടിയൊക്കെ ഉള്ള ജുബയൊക്കെ ഇട്ടിട്ട്. കുട്ടാപ്പി മാഷ കോളേജ് ഏതാന്ന് ചോദിച്ചു. അപ്പൊ കുട്ടാപ്പി മാഷ എനിക്കറിയില്ലല്ലോ. അപ്പൊ രൂപമൊക്കെ പറഞ്ഞു വന്നേരം ബിജുകുമാർ സാറ് പേരാണ് കുട്ടാപ്പി. ഈ അമ്മാവൻ എന്ന് പറഞ്ഞ ഉണ്ട കണ്ണൊക്കെ ആയിട്ടുള്ളത്? ആ ഒരു ജുബയൊക്കെ ഇട്ട് താടിയൊക്കെ വളർത്തിട്ട്. താടിയൊക്കെ വളർത്തിട്ട്. അതെ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്, വിളിക്കണം. അയ്യോ വേണ്ട, വേണ്ട വിളിക്കണ്ട. ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്. നീ വിളിച്ചോണ്ട് വന്നേല്ലേ? നിന്നെ വീട്ടിലേക്ക് കൊണ്ടോ? ഞാനോ? എന്തിനാ വിളിച്ചിട്ട് വന്നേ ഇപ്പൊ ഇങ്ങോട്ട്? കോളേജിന്റെ പേര് വെച്ചിട്ട്. ഒരു കുരിശെ കൊണ്ട് വന്നോളൂ മനുഷ്യൻ, അല്ലാണ്ട് എന്റെ തലവേദന. പോട്ടോ ചായ കൊണ്ട് ഇവിടുന്ന്. എടാ അർജുനെ, ഇനി വേണ്ടാത്ത ഓരോന്ന് എഴുതി വെക്കണം കേട്ടോ. മാഷ് കണ്ട പിന്നെ ഭയങ്കര പ്രശ്നമായി പോകും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നിങ്ങൾ ആരും പറയാണ്ടിരുന്നാ മതി. എടാ മാഷ് വരുന്നതിന് മുമ്പേ മയച്ചേക്ക്. സാറ് വന്നെന്താ ഇപ്പൊ സാറിന്റെ പേരല്ലല്ലോ എഴുതി വെച്ചേ. നിങ്ങളാരും എല്ലാരും പാടെ എന്റെ പേര് പറയാണ്ടിരുന്നാ മതി. എടാ അത് പ്രശ്നമാവും. ഒരു പ്രശ്നമില്ല. നീയൊക്കെ എന്താ പണിയുടെ കാണിക്കുന്നത്? നീയൊക്കെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഫീസ് തരാന്നല്ലേ പറഞ്ഞു ഈ മാസം. ഞാൻ അതനുസരിച്ച് പ്രിൻസിപ്പാളടുത്ത് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു. എന്നെ ഇവിടെ ചീത്ത വിളിയാപ്പിക്കുമോ? പിടിച്ചതിലും ഉണ്ടാ എല്ലാവർക്കും? അടച്ചില്ലേ? ഫീസ് അടച്ചില്ലേ? എപ്പോൾ അടച്ചത്? ഇല്ല, 4 മാസത്തെ കുടിച്ച് തന്നെ കൊണ്ട് കേട്ടാ. അതെ,
ഈ ഫീസ് അടച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പഠിക്കുന്നത് പാഴായി പോകും. വിദ്യയ്ക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, പിന്നെ കുരിശാവും കിട്ടും. അടുത്ത ആഴ്ച കൊണ്ടുവരണേ. അടുത്ത മാസം. നീ അടുത്ത മാസം നീ ഇവിടെ തന്നെ കാണും. നീ 4-5 വർഷം നിനക്ക് കൊണ്ടുവരാൻ ഡേ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പോവേണ. അതെ, നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും കാണും എന്ന് പറഞ്ഞ് എൻ്റെ ചെല്ലപ്പേരൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യണതിനാണ്, വിളംബരം ചെയ്യണതിനാണ്. ഈ ചെല്ലപ്പേരാ എനിക്കെന്തെങ്കിലും പറയണമെങ്കിലേ ഞാൻ മുഖത്തൊക്കെ പറയും. വിളംബരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെല്ലപ്പേര് ലുട്ടാപ്പി. കുട്ടാപ്പിയല്ല, കൂട്ടാപ്പി. എന്ന് ടാപ്പിയാണെങ്കിലും ടീച്ചറിന് മാത്രമേ അറിയാവൂ ഈ പേര്, വേറെ കൂടെ ആൾക്കാർക്കൂടാ. ഇതെങ്ങനെ അറിയാം? എടാ കുട്ടാപ്പി, ഇനി നോക്കണ വായു നോക്കി. ഓയ് നിങ്ങളെപ്പോ ഒന്ന് വായി നോക്കുന്ന പിള്ളേർ, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരെ എന്തിന് നിങ്ങൾ എന്നെ നാണം കെടുത്ത് ഇടകൊളവാ തന്നെ. ഈ കുട്ടാപ്പി എന്നുള്ള പേര് ഇവിടെ നിങ്ങൾ വിളംബരം ചെയ്യാൻ ആര് പറഞ്ഞത്? അതെന്റെ കുട്ടിക്കാലത്തെ പേരല്ലേ? അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയാവൂ, ഇവിടെ വളരെ ഒന്നും അറിഞ്ഞൂടല്ലത്. എടാ കുട്ടാപ്പിന് തോച്ചന് വലിയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലല്ലേ. ഇപ്പൊ ഞാൻ തന്നെ ആ പേര് മറന്നിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾ ഇവിടെ എന്നെ പിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും. വാഹാ, അപ്പൊ നിന്റെ യഥാർത്ഥ പേര് ഇവിടെ നീ പറഞ്ഞിട്ടില്ലേ? എന്റെ പേര് നിങ്ങൾ ജംഗ്ഷനിൽ പോയി എന്തോ ചോദിച്ചത് എന്നെ പറ്റി? ഞാൻ ചോദിച്ചു കുട്ടാപ്പി ഇവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടാപ്പിയാണ് ഞാൻ ഞാൻ വല്ല വിളിച്ച് പറയും കേട്ടോ. കുട്ടാപ്പി അല്ല, എന്റെ പേര് ബിജുകുമാർ റം സാറെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവൂ. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ എങ്ങനെ റമ്മു വന്ന്? അല്ല, ഇതിന്റെ ഇടയിൽ എങ്ങനെ റമ്മു? ബിജുകുമാർ റമ്മ. എന്റെ പേര് ബിജുകുമാർ, ഇനിഷ്യലി എം. ബിജുകുമാർ റമ്മെന്ന് വിളിച്ച് റമ്മായി ഇവിടെ അലവലാദികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി. അങ്ങനെയാണോ? ഇനി ഇതിപ്പോ നാട്ടിൽ പറഞ്ഞു കൊടുക്കരുത്. ഇല്ല, ഞാൻ അതൊന്നും പറയില്ല. അതൊക്കെ പോട്ട്. ഇപ്പൊ എന്തിന് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? എനിക്ക് നിന്നെ കാണണ്ടേ? കണ്ണെടുത്തോളം മതി. നിങ്ങളെന്റെ ജീവിതം കുട്ടിച്ചൊറക്കാണ്. ഞാനും ആ നിഷ മോൾ ടീച്ചറായിട്ടുള്ള കല്യാണം ആലോചനയ്ക്ക് നിങ്ങൾ എന്തായിരുന്നു അവിടെ വന്നിട്ട് ശ്രീധരത്തെ പറ്റി പറഞ്ഞത്? അതുകൊണ്ട് അവളെ അച്ഛൻ തൂങ്ങിച്ചാവാൻ വരെ പോയില്ലേ? എടാ, ദ്വാരിയും കൂടിയില്ല തെണ്ടി തിരിഞ്ഞ് നടക്കണ നിനക്ക് ശ്രീധന പണമെങ്കിലും കിട്ടട്ടെന്ന് വിചാരിച്ചാടാ ഭാവി ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോ രണ്ട് പാത്രം ആയല്ലേ? ഇപ്പം വേറെ പിരിഞ്ഞല്ല, സന്തോഷമായല്ല. നിങ്ങൾ ഇറങ്ങി പോകും അങ്ങോട്ട്. ഞാൻ അറിഞ്ഞ എങ്ങനെയൊക്കെ വൈകുമ്പോ എന്താ നിങ്ങൾ പിന്നെ ഇറങ്ങി പോയി. ഞാനേ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവളെ ജീവിതം കുട്ടിച്ചോറാക്കിയാന്നപ്പോ നിങ്ങൾ ഒരുത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ആ കള്ളനെ കണ്ടു കഴിഞ്ഞാൽ ആരെയും ചപ്പാക്കൂരി തിരിച്ചറിയുന്നു എന്ന് മാറ്റോണ്ടോ? അപ്പൊ ഞാൻ പോയി കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കുട്ടാപ്പി എന്ന് വിളിച്ചത് പോട്ട്. ഇങ്ങോട്ട് നോക്കട വായി നോക്കിയത് എൻ്റെ പിള്ളേരെ മുമ്പ് വെച്ചാൽ നിങ്ങൾ പറയണോ? എടി, ഞാൻ നിന്റെ സ്നേഹത്തിന് പറഞ്ഞേരാ ഒക്കെ എടുത്ത് വാച്ചോ. ഞാൻ അവളെ കണ്ടിട്ട് വരട്ടെ. വാർത്തക്കള ചാക്കാലെല്ലാം നടക്കുകയാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. ബാബുവിൻ്റെ അനിയൻ്റെ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് പോലീസിൽ ചേരാമെന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ എന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനാണ് പ്രൈവറ്റ് ബസ്സിലൊരു കണ്ടക്ടർ ജോലി പറഞ്ഞിട്ടുണ്ട്. അതേ കിട്ടിയാൽ കിട്ടി. 2 കൊല്ലം ഇവിടെ പഠിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല സർക്കാർ ജോലി കിട്ടുന്നു. ഞാൻ വല്ല ഗൾഫിൽ പോവാ. എടാ, ഞാൻ വലിച്ചിട്ട് വാ. നിഷ ടീച്ചർ എക്സാം ഉള്ള ടീച്ചറെ, ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പഠിച്ചൊന്നല്ല വരുന്നേ. പഠിച്ചായിരുന്നോ നീ? എന്നൊരു ചോദ്യം പറഞ്ഞ ഉത്തരം പറയണ്ട. പഠിക്കാതെ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയെന്ന് പറയണ എന്തിന്? ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും മാറിയിട്ടില്ല. മാറിയിട്ടുണ്ടോ? അവർക്കാർക്കും മാറിയിട്ടില്ലല്ലോ. അവരേക്ക് എഴുതാൻ നോക്കടാ. മക്കളെ മകളെ ഒരു കാര്യം പറയാ. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ എക്സാം നടക്കുക. അവർക്ക് എക്സാം എഴുതണ്ടേ? എന്തെങ്കിലും പറയാനും കേൾക്കാനുണ്ടെങ്കിൽ പുറത്ത്. ശരി, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ അവിടെ നിൽക്കാം. എനിക്ക് വരാനൊന്നും പറ്റില്ല. ഒരു കാര്യം പറയാനാണ്. ഞാൻ വന്നാൽ മതി. ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ അവിടെ നിൽക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം അവിടെ. മക്കളെ, നിങ്ങളുടെ കൂടെയൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഒരു ജോലിയെല്ലാം മേടിച്ച് നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയാൻ നോക്കണം. പക്ഷെ ഒരു കാര്യം, കല്യാണം കഴിയാൻ നേരത്തെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്
ശ്രീധരൻ ചോദിച്ചുകൊണ്ട് യാവനെങ്കിലും വന്ന അവൻ്റെ ചൊപ്പ കുറ്റുമൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ നിങ്ങളുടെ കൂടെ പറയാനുള്ളത്, നീയൊക്കെ വലിയ ഉദ്യോഗമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പെണ്ണ് കെട്ടാൻ നേരത്തെ ശ്രീധരപ്പണം ചോദിച്ചു പോകരുത്. പറഞ്ഞേട്ടാ, ചോദിച്ചാൽ ഇൻ്റെയൊക്കെ കയ്യക്കാരെ അടിച്ചു കൊടുച്ചാൽ കല്യാണം കഴിയണമെങ്കിൽ നല്ല നട്ടലുള്ളവന്മാരെ കല്യാണം കഴിക്കണം, അല്ലാതെ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കണവന്മാരെ കല്യാണം കഴിക്കല്ലേ. പറഞ്ഞേട്ടാ. ഇതൊന്ന് കഥയും കേട്ട് കണ്ണും തള്ളി ഇരിക്കുകയാണോ? എക്സാം ഒന്നും എഴുതണ്ടേ? ആരെങ്കിലും വന്നാൽ അങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നോളൂ. വെറുതെ അല്ല കൊല്ലങ്ങളായിട്ട് ഇവിടെ തന്നെ ഇരിക്കണേ, ജോലിയും കൂലിയും കിട്ടാണ്ട്. ഇതെന്തോ ചെയ്യണേ? ചിരിക്കുവാന്നോ കരയുവാന്നോ? ഞാൻ കരയാണ് മക്കളെ. എനിക്ക് നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടാണെന്ന് എനിക്കറിയാം. ദേഷ്യം ഉണ്ടാവുന്ന പോലെയാണല്ലോ പ്രവൃത്തി, പിന്നെ എങ്ങനെ ഉണ്ടാവാണ്ടിരിക്കണേ? എൻ്റെ പൊന്നു മക്കളെ, നീ അവൻ്റെ കൂടെ ഇറങ്ങി പോയിരുന്നെങ്കിൽ നിന്റെ ജീവിതം അധോഗതിയായി പോയെന്നെ കേട്ട. അത് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല, നേരിലും നിഴലിലും വിശ്വസിക്കാൻ പറ്റൂല, നേരിലും നിഴലിലും അവനെ വിശ്വസിക്കാൻ പറ്റൂലെന്ന്. മക്കളെ, ഇപ്പോഴുണ്ടല്ലേ നിന്റെ മുഖത്ത് നോക്കാൻ ഇത്തി വെട്ടവും മുഴുകും ഒക്കെ ഉണ്ട്. നോക്കി കണ്ട നീ നിനക്ക് അത്ര വലിയ പ്രയാസമുള്ള സ്ത്രീക്കൊന്നും തോന്നൂല. അവനെ കെട്ടിയിരുന്നു എങ്കിൽ നീ ഇപ്പോഴത്തെ ഇവിടെ ഒന്നും ഇരിക്കൂല. അത്ര പേരും ദുഷ്ടനാണ് അവൻ. എൻ്റെ ബന്ധുവായിട്ട് പറയല്ല കേട്ടോ മക്കളെ. മക്കൾക്ക് അവൻ്റെ കൂടെ സ്നേഹമുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് വേറൊന്നുമല്ല, ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നീ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയാം. അതൊക്കെ നല്ല കാര്യമാണ്. എങ്കിലും കൂടുതൽ അടുക്കല്ലേ മക്കളെ. അപ്പം പാട്ട് മക്കളെ, പാട്ട് മക്കളെ. ഓ പോയിക്കോ. അയ്യോ, എൻ്റെ പേഴ്സ് എവിടെ പോയി മക്കളെ? വേറെ 5 പൈസ കയ്യിലില്ല. ഇവിടെ ആരോടെങ്കിലും കടം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പരിചയമുള്ള ആരുമില്ല. പിന്നെ എന്ത് ചെയ്യും? വണ്ടിക്കൂലിക്ക് പോലും ഇല്ല മക്കളെ പൈസ. എന്ത് ചെയ്യും ഞാൻ? ഇല്ലുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ താ. ഓ, വലിയ ഉപകാരം മക്കളെ. സത്യം പറഞ്ഞ മക്കളെ, ഞാൻ അവനെ കാണാനൊന്നുമല്ല വന്നത്. ഞാൻ മക്കളെ നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടാ. അപ്പം ഞാൻ പോട്ടെ മക്കളെ. ഓ ആ ഛേ, എന്തായാലും കിളവൻ അത്ര വഴക്ക് പറയണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ആ പാടൊരു ബന്ധു പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്നാലും എന്നെ അന്വേഷിച്ച് വന്നല്ലേ. ബസ്സൂലേക്ക് ഞാൻ ചായ എല്ലാം അത് കഴിക്കണം കേട്ടോ. ആ ഡേയ്, ഞാൻ വ്യാഴ്ച കൊടുത്ത് ഇനി അവള് നിന്റെ അടുത്ത് അടുക്കൂല. മാറിയേക്ക്. നീ അങ്ങോട്ട് ഷോപ്പിലൊന്നും പോവുകയും ചെയ്യരുത്. ഞാൻ കാറ് പോലെ ഇരിക്കാൻ നടക്കെ പോകുമോ? ഇല്ല പോയി പോകും. അല്ല, നിനക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇല്ലെന്ന് ഇല്ലല്ലേ? എൻ്റെ പറ്റണം. ആ അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പം ഞാൻ പോട്ടാട്ടെ. ഓ ചോദിക്കാനും പറയാൻ ആരില്ലെന്നുള്ള വിചാരം. ഏട്ടാ നന്നല്ലേ, മനസ്സിലായല്ലേ? ഇതാണ് എൻ്റെ ബന്ധുക്കൾ, ഇതാണ് എൻ്റെ ബന്ധുക്കൾ. പാവം ആയുസ് കൊടുത്താന്ന് വിചാരം. പക്ഷെ കണ്ട കോണിന് വലിയ പോക്കില്ല. നീ ഇവിടുത്തെ സ്കൂളിൽ പഠിക്കണല്ലേ? അതെ. എന്നെ താണ്ട് അതുവരെ ഒന്ന് കൊണ്ടുപോയി. ബസ് സ്റ്റോപ്പിലേക്കാണോ? അല്ലല്ല, ബെവറേജില്. ഞാൻ അടിക്കില്ലേ. ആ, നീ എനിക്ക് അടിക്കാനല്ല, എനിക്ക് വാങ്ങിക്കാൻ. അല്ല ഹെൽമെറ്റ് ഒന്നുമില്ലേ? ഹെൽമെറ്റ് ഒന്നും വേണ്ട. നിനക്ക് ഹെൽമെറ്റ് ഇല്ലല്ലേ? പിടിച്ചാൽ രണ്ടുപേരെയും പിടിക്കട്ടെ. മഴ പിടിക്കുന്നതിന് മുമ്പ് പോടാ. ഒരു കാഞ്ചി
ഓക്കേ ഇരുന്നില്ലേ ഓ ഇരുന്നിരുന്ന് പിടിച്ചിരുന്നോട്ടാ ഓ ഓ ഓ ആ ശരി